മോഹൻ സാർ പറഞ്ഞതിൻ്റെ അർത്ഥം ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവൾ മേലെടുത്തേന്ന് സ്വർണ്ണലിപിയിൽ ആലേഖനം ചെയ്ത ഒരു വലിയ ഗേറ്റിന് മുൻപിൽ എത്തിയിരുന്നു. മോഹന് പിറകെ ആ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ വല്ലാത്ത വീർപ്പുമുട്ടൽ തീർത്തയ്ക്ക് അനുഭവപ്പെട്ടു. എന്തോ ഒന്ന് ശ്വാസം മുട്ടിക്കുന്നത് പോലെ. വിശാലമായ ലിവിംഗ് ഏരിയയിൽ അവരെയും കാത്ത് അച്ചമ്മയും മഹേശ്വറും പാർവതിയും ജാനകിയും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ അവളുടെ പരവേശം ഇരട്ടിയായി. ഇവർ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ പോകുന്നത്? താൻ എന്തൊക്കെ പറയും? ആകെ അവൾക്ക് ടെൻഷനായിപ്പോയി. അപ്പോഴും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന മാധവനെക്കുറിച്ച് അവൾ ചിന്തിച്ചതേയില്ല. തീർത്ഥയെ കണ്ടപ്പോൾ അവിടെയുള്ളവർക്ക് ഒന്നാശ്വാസമായി. അവർ മനസ്സിൽ കരുതിയതിനേക്കാൾ സുന്ദരിയാണവൾ. അവളുടെ തുടുത്ത മുഖവും വിടർന്ന കണ്ണുകളും നീണ്ട മുടിയിഴകളും അവരിൽ തൃപ്തിയുണ്ടാക്കി. തീർത്ഥ ഇരിക്കെ, അന്തിച്ചു നിൽക്കുന്ന തീർത്ഥയോട് മോഹൻ പറഞ്ഞു. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ടവൾ മോഹൻ ചൂണ്ടിക്കാണിച്ച സോഫയിലിരുന്നു. അനിയത്തിക്കുട്ടിയെ കൂടെ കൂട്ടാഞ്ഞതെന്താ? ആദ്യം സംസാരിച്ചു തുടങ്ങിയത് അച്ചമ്മയാണ്. അവരുടെ അലിവുള്ള ചോദ്യവും വാത്സല്യം കിനിഞ്ഞു നിൽക്കുന്ന മുഖവും അവൾക്ക് ആശ്വാസം നൽകി. ശിവു സ്കൂളിൽ പോയി. കൈവിരലുകൾ തമ്മിൽ കൂട്ടിപ്പിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ ഓരോരുത്തരായി അവളോട് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിന് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അവർക്ക് മറുപടി നൽകി. മോഹൻ മാത്രം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് മുകളിലുള്ള തൻ്റെ റൂമിലേക്ക് നടന്നു. അച്ഛാ, ആ ചേച്ചി വന്നോ? സ്റ്റെപ്പിൽ വെച്ച് താഴേക്ക് ഇറങ്ങി വന്ന ചിന്നു അയാളോട് ചോദിച്ചു. ഒന്നമർത്തി മൂളിക്കൊണ്ട് അയാൾ കയറിപ്പോയി. അച്ഛന് ഇപ്പോഴും ആർദ്ര ചേച്ചിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം കയറ്റി പിടിക്കുന്നത്. പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ ചിന്നു പിറുപിറുക്കുന്നത് മോഹന് വ്യക്തമായി കേട്ടു. ഉള്ളിൽ നിന്നും ദേഷ്യം ഇരച്ചു കയറി വന്നെങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. മോഹൻ ഞങ്ങളോടെല്ലാം പറഞ്ഞു. ആ പൈസ തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. അച്ചമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ തീർത്ഥയ്ക്ക് ചെറിയൊരു നാണക്കേട് തോന്നി. പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കാൻ നടക്കുന്ന തരം താഴ്ന്ന ഒരുവളാണ് താനെന്നവർ കരുതിയിട്ടുണ്ടാകുമോ എന്നൊരു ആശങ്കയും അവൾക്കുള്ളിൽ ഉടലെടുത്തു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നോക്കാൻ അവൾക്ക് മടി തോന്നി. അതും തൻ്റെ പ്രായത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയും അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടു. പക്ഷേ മോൾ അറിയാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. വേണമെങ്കിൽ ഞങ്ങൾക്ക് അതെല്ലാം മറച്ചു വെച്ച് ഈ കല്യാണം നടത്താം. പക്ഷേ ഞങ്ങൾ അത് ചെയ്യില്ല. എല്ലാം അറിഞ്ഞിട്ട് വേണം മോള് ഞങ്ങളുടെ മാധവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ. അതും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഒന്ന് നെടുവീർപ്പിട്ടു. അപ്പോൾ അവൾ കാറിൽ വെച്ച് മോഹൻ പറഞ്ഞതോർത്തു. കാര്യമായി എന്തോ ഒന്ന് മോഹൻ സാർ തന്നിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. അതാണ് ഇപ്പോൾ ഇവർ പറയാൻ പോകുന്നത്. ഈ കാര്യം അറിഞ്ഞിട്ട് മാത്രമേ താനൊരു തീരുമാനമെടുക്കാവൂ എന്നായിരിക്കും മോഹൻ സാർ ഉദ്ദേശിച്ചത്. തീർത്ഥ മെല്ലെ മിഴികൾ ഉയർത്തി അവരെ നോക്കി. മാധവൻ്റെ ജാതകത്തിൽ സാധാരണ ഒരു ദോഷമല്ല ഉള്ളത്. അത് അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നവൾ മരിക്കുമെന്നുള്ള ദോഷമാണ് അവൻ്റെ ജാതകത്തിലുള്ളത്. അതുകൊണ്ടാണ് ഉറപ്പിച്ചിരുന്ന കല്യാണം മുടങ്ങിയത്. അവന് ഇതിലൊന്നും വിശ്വാസമില്ല. അവൻ പറയുന്നത് അവനെപ്പോലെ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരു പെൺകുട്ടിയെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നാണ്. മോളെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മോൾക്കും ഈ വക കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലെന്നറിഞ്ഞു. അതുകൊണ്ടായിരിക്കും മോഹൻ മോളെ തന്നെ ആലോചിച്ചത്. ഇനി മോൾ വേണം ഒരു തീരുമാനമെടുക്കാൻ. ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അച്ചമ്മ നിർത്തി. എല്ലാവരും തീർത്ഥയുടെ മറുപടി അറിയാനായി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേണി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് മനസ്സിലായപ്പോൾ തീർത്ഥ ഒന്ന് അമ്പരന്നു. ഒന്നും അറിയാതെ തന്നെ അവൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി? ആ കാര്യത്തിലായിരുന്നു അവളുടെ അമ്പരപ്പ്. മോളെ ആരും നിർബന്ധിക്കില്ല. മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. പക്ഷേ ഈ പണം തരുന്ന കാര്യം ഒരിക്കലും മാധവ് അറിയരുത്. പിന്നെ മോളെ ഒരിക്കലും ഞങ്ങൾ ഈ പണം തന്നതിൻ്റെ പേരിൽ രണ്ടാം തരക്കാരിയായി കാണില്ല. നീയും എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാധവൻ്റെ പെണ്ണ് തന്നെയായിരിക്കും. ഞങ്ങളുടെ സ്വന്തം മോള്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിന്നുവിനെ പോലെ തന്നെ. അവളൊന്നും പറയാതിരുന്നപ്പോൾ അരികിൽ നിന്ന് ചിന്നുവിൻ്റെ നെറുകിൽ തഴുകിക്കൊണ്ട് പാർവതി പറഞ്ഞു. ജാതകത്തിലൊന്നും തീർത്ത വിശ്വസിക്കുന്നില്ലെങ്കിലും എങ്ങാനും താൻ മരിച്ചുപോയാൽ ശിവുവിൻ്റെ ജീവിതമോർത്ത് അവളൊന്ന് മടിച്ചു. ഇത്ര നേരം മനസ്സിലുണ്ടായിരുന്ന ബലമെല്ലാം ക്ഷയിക്കുന്നത് പോലെ. തീർത്ഥയൊന്നും പറഞ്ഞില്ല. അതുവരെ മിണ്ടാതിരുന്ന മഹേശ്വർ ചോദിച്ചു. അയാളെ ഒന്ന് നോക്കിയതല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. മോളെ, ഇതിലൊന്നും വലിയ സത്യമൊന്നുമില്ല. എന്നാലും വിശ്വസിക്കുന്നവർക്ക് അതൊരു പേടിയാണ്. ജാതകം നോക്കാതെ എത്രയെത്ര ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ട്. എത്ര പേർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ജാതകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് പേടിയാണ്. ഞങ്ങൾക്ക് വേണ്ടത് മാധവിന് സന്തോഷമുള്ള ഒരു ജീവിതമാണ്. പിന്നെ ഈ തറവാടിനൊരു അനന്തരാവകാശിയാണ്. കാരണം മാധവ് മാത്രമാണ് ഈ കുടുംബത്തിലെ ഏക ആൺതരി. പിന്നെയുള്ളത് ചിന്നുവാണ്. അവൾ കല്യാണം കഴിച്ചു പോയാൽ പിന്നെ മറ്റൊരു കുടുംബത്തിലെ അംഗമായി പോയില്ലേ. പിന്നെ ഈ തറവാട് നാമാവശേഷമാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. അല്ലാതെ മോൾക്ക് ദോഷമൊന്നും വരണമെന്ന് കരുതിയിട്ടല്ല. ഇങ്ങനെ തോന്നിയെങ്കിൽ മോൾ ഞങ്ങളോട് ക്ഷമിക്കണം. അച്ചമ്മ അവൾക്ക് മുൻപിൽ കൈകൂപ്പി.
എന്താ അമ്മയെ കാണിക്കുന്നത്? പാർവതി അമ്മയെ തടഞ്ഞു. അപ്പോഴേക്കും മോഹൻ താഴേക്ക് ഇറങ്ങി വന്നു. ലിവിംഗ് റൂമിലെ നിശബ്ദമായ അന്തരീക്ഷം കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ തല കുമ്പിട്ടിരിക്കുന്ന തീർത്ഥയെ നോക്കി. അവളുടെ മുഖഭാവത്തിൽ നിന്നും അവൾ വളരെ കൺഫ്യൂസ്ഡ് ആണെന്ന് അയാൾക്ക് തോന്നി. ഭഗവാനെ, ഇവൾ സമ്മതിക്കാതിരുന്നാൽ മതിയായിരുന്നു, അയാൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. കാര്യങ്ങളൊക്കെ തീർത്തറിഞ്ഞല്ലോ. ഇനി തീരുമാനം തീർത്തയുടേതാണ്. എന്തായാലും ഞങ്ങൾ എല്ലാവരും അത് അംഗീകരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. ജോലിയിലായാലും സാലറിയിലായാലും തനിക്കൊരു നഷ്ടവും സംഭവിക്കില്ല. അയാൾ ഏട്ടനരികിൽ വന്നിരുന്നു. എന്ത് തീരുമാനം എടുക്കുമെന്നറിയാതെ തീർത്ഥയുടെ മനസ്സ് വളരെ കുലുഷിതമാണ്. ജാതകത്തിൽ വിശ്വാസമില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ശിവയുടെ ജീവിതം എന്താകുമെന്നോർത്ത് ടെൻഷനുണ്ടെങ്കിലും 3 കോടി രൂപ അത്ര ചെറിയ തുകയല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഈ ജീവിതകാലം മുഴുവൻ എത്ര പണിയെടുത്താലും അതിൻ്റെ 10ൽ ഒരു അംശം പോലും നേടാൻ തനിക്കാകില്ല. ഇനി ജാതകത്തിലുള്ളത് പോലെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ പൈസ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എനിക്ക് സമ്മതമാണ്. നിശബ്ദത തളം കെട്ടിയ ആ ഹാളിൽ ഒരു ഇടിമുഴക്കം പോലെയാണ് അവളുടെ ശബ്ദമുയർന്നത്. മോഹൻ ഞെട്ടലോടെ അവളെ നോക്കിയപ്പോൾ ബാക്കിയുള്ള മുഖങ്ങളിലെല്ലാം സമാധാനമാണ്. സ്വന്തം ജീവിതം വെച്ച് കളിക്കാൻ ഈ പെൺകുട്ടിക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്നയാൾ അവിശ്വസനീയതയോടെ ഓർത്തു. ഇനി സംസാരിക്കേണ്ടത് മാധവിനോടാണെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ അവനെക്കുറിച്ച് ഓർത്തത് തന്നെ. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച താൻ ഇതുവരെയായിട്ടും കല്യാണ ചെക്കനെ മുഖം പോലും എന്തിന് ശബ്ദം പോലും കേട്ടിട്ടില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അവിടെ വെച്ച് തന്നെ അവർ മാധവിനെ കോൾ ചെയ്തു. അവർക്ക് സംസാരിക്കാനായി മാധവൻ്റെ ബാങ്കിനടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് അവൻ അവളെ ക്ഷണിച്ചു. കുറച്ചു നേരം കൂടി മേലെടുത്ത് നിന്നിട്ടാണ് തീർത്തിറങ്ങിയത്. അപ്പോഴേക്കും അവരെല്ലാം തനിക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ ആണെന്നുള്ള ഒരു തോന്നൽ അവളിലുണ്ടായി. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെയാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. തിരിച്ച് മോഹൻ കൊണ്ടാക്കുമെന്ന് അവൾ കരുതിയെങ്കിലും ചിന്നുവാണ് മാധവ് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വരെ അവളെ കൊണ്ടാക്കിയത്. മാധവേട്ടൻ കുറച്ച് ഗൗരവക്കാരനാണ്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ. ചിന്നു അവൾക്ക് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചെറിയൊരു സൂചന നൽകി. കലിപ്പനാണോ? അവളുടെ ആത്മഗതം തെല്ല് ഉറക്കെയായിപ്പോയി. അത് കേട്ട് ചിന്നു അമർത്തിയൊന്ന് ചിരിച്ചു. എന്തായാലും ഓൾ ദ ബെസ്റ്റ് എൻ്റെ ഭാവി നാത്തൂന്. കണ്ണ് ചിമ്മിക്കൊണ്ട് ചിന്നു അത് പറഞ്ഞപ്പോൾ തീർത്ഥയ്ക്ക് ഇതുവരെ തോന്നാത്ത ഒരു നാണം തോന്നി. ചെറിയ പുഞ്ചിരിയോടെ അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് തീർത്ഥ കോഫി ഷോപ്പിലേക്ക് നടന്നു.